ആയി കുട്ടികളുടെ ഇടയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് പോയി. ഇപ്പോൾ അമേരിക്കയിൽ ഒക്ലഹോമ സിറ്റിയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു പാസ്റ്ററായിട്ട് അദ്ദേഹം സേവനം ചെയ്യുകയാണ്. ധാരാളം സഞ്ചരിച്ച് പ്രസംഗിക്കുന്ന, സഭയിലെ പ്രസംഗം മാത്രമല്ല, ധാരാളം ദേശം സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസനാണ്. അവർ സഭയും മിഷൻ പ്രവർത്തനത്തിൽ വളരെ ഇൻവോൾവാണ്. അദ്ദേഹം ഇന്ന് ഈ മിഷൻ മീറ്റിങ്ങിൽ അല്പസമയം നമുക്ക് പ്രസംഗിക്കാൻ മിഷൻ മീറ്റിങ്സിൽ നേരമുള്ളൂ എന്നിരിക്കലും അതിന് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ വന്നതിൽ വളരെ സന്തോഷം. പാസ്റ്റർ ഷിബു തോമസ്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ഹൃദയ സന്തോഷത്തോടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഓൾവേസ് മൈ ഹാർട്ട് ഈസ് ഫോർ ദ മിഷൻ. കുഞ്ഞുങ്ങളുടെ ഇടയിൽ തുടങ്ങിയ മിഷൻ പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 1.5 മാസത്തോളം നോർത്ത് ഇന്ത്യയിലുള്ള 12 സ്റ്റേറ്റുകളിൽ ഞാനും യാത്ര ചെയ്യാറുണ്ട്. കുടുംബമായും സഭയിലുള്ള ടീമായും. ഞങ്ങളുടെ ലോക്കൽ സഭ ഏകദേശം 150 മിഷണറിമാരെ ഇന്ത്യയിലും പാകിസ്ഥാൻ, ആൻഡമാൻസിലൊക്കെ സഹായിക്കുന്നു. ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് പ്രസംഗിക്കാനൊന്നും തോന്നുന്നില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ കണ്ടപ്പോൾ വചനം പറഞ്ഞ പോലെ എനിക്ക് തന്നെ അല്പനായി തോന്നുകയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓൾ ദ കോസി ആൻഡ് കംഫോർട്ട് ലൈഫൊക്കെ നമുക്കുള്ളപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ തിരഞ്ഞെടുത്തൊരു സമൂഹത്തെ അഭിനന്ദിക്കുക എന്നുള്ളതൊരു വലിയ നന്മയുള്ള കാര്യമാണ്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവസഭകൾ നാം അനുഭവിക്കുന്ന ആത്മീയ നന്മകളും ഭൗതിക നന്മകളുമൊക്കെ ഉണ്ട്. അത് നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. ഞാൻ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ച്, ഏകദേശം 230ഓളം മിഷണറിമാർ AG മലയാളം ഡിസ്ട്രിക്റ്റിന് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിരുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ കരങ്ങൾ സഞ്ചരിച്ചല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യമേറിയൊരവസ്ഥയാണ്. ഞാനൊരു വാക്യം വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില പ്രായോഗിക കാര്യങ്ങൾ ഈ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പാനാണ് തീരുമാനിക്കുന്നത്. ഇതൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് അല്ലാത്തത് കൊണ്ട് പാസ്റ്റർമാരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മിഷന് വേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കാൻ ഇന്ന് പകൽ ദൈവം സഹായിക്കട്ടെ. എനിക്കിവിടെ ഇരുന്നപ്പോൾ ഞാൻ വേറൊരു പ്രസ്ഥാനത്തിലെ പാസ്റ്ററാണെങ്കിലും അസംബ്ലി സോണിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇതിനു വേണ്ടി ഞാനും ഒരു പങ്കാളിയായി തീരുവാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തീരുമാനമെടുക്കുന്നു. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഈ പ്രവർത്തനങ്ങളിലും വരും ദിവസങ്ങളിൽ ഞാനും സഹകരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എൻ്റെ ഒരു സമ്മറി പറയുന്നുള്ള വാക്യം വായിക്കുന്നില്ല. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യേശു അവിടെ പറഞ്ഞതിൻ്റെ ഏകദേശം ഒരർത്ഥമാണ് പറഞ്ഞു വരുന്നത്. അവിടെയുള്ള സകല രോഗികളെയും യേശു സൗഖ്യമാക്കി. എന്നാൽ അടുത്ത പദം, എന്നാൽ ആ പുരുഷാരത്തെ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ഹി മൂഡ് വിത്ത് കമ്പാഷൻ. യേശുവിൻ്റെ മനസ്സലിഞ്ഞു. മിഷൻ എന്ന് പറയുന്നത് മനസ്സലിവുള്ളവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ്. കർത്താവിൻ്റെ ദാസൻ എലിയ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ മിഷൻ പ്രവർത്തനം എന്ന് കേട്ടതിൽ വളരെ സന്തോഷം. ശുശ്രൂഷയുടെ മുൻനിരയിൽ നിന്നപ്പോഴും പുറകിൽ നിൽക്കുമ്പോഴും ഒക്കെ തുടർമാനമായി ഇത് ചെയ്യുവാൻ എനിക്ക് ഓർമ്മയുണ്ട്. പല സമയങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിൻ്റെ ദാസൻ എലിയ ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് അനേകർ ഒരുമിച്ച് പോയ ചരിത്രങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കർണാടകയിലൊക്കെ സഞ്ചരിക്കുന്ന വിധങ്ങളെ എനിക്ക് കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. യേശു ഇവിടെ പറയും, യേശു അല്ലലിയ ആ മനസ്സലിഞ്ഞിട്ട്, കാരണം അവരെല്ലാം വേറി ആൻഡ് സ്കാറ്റേഡ് എന്നാണ് അല്ലലിയ, കുഴഞ്ഞവരും ചിതറിയുമായ ഒരു കൂട്ടം ആൾക്കാർ. അവർക്ക് സഹായമില്ല, ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നു. ആ അല്ലലി കാഴ്ച കണ്ടുകൊണ്ടാണ് യേശു വിശ്വപ്രഖ്യാപിതമായ പ്രസ്താവന നടത്തിയത്. അല്ലെ, ശിഷ്യന്മാരെ, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, പ്രൈസ് ദി ലോർഡ്, എന്നാൽ വേലക്കാർ വളരെ ചുരുക്കമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഇത്രയും ഭാഗം നമുക്ക് വളരെ സന്തോഷമാണ്. പാസ്റ്റർ, വളരെ സന്തോഷമാണല്ലോ, ഞങ്ങളും അത് കേട്ടു. ഇന്ന് തൊട്ട് ഞങ്ങൾ എന്ത് ചെയ്തേക്കാം, കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം. അങ്ങനെ തുടങ്ങി ശിഷ്യന്മാർ ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര ആവേശമായി.
കാരണമല്ലേ കുഴഞ്ഞവർ, ചിന്നിയവർ, ചിതറിയവർ, ഇടയനില്ലാത്ത ആടുകളെ പോലെ നടക്കുന്ന ഒരു കൂട്ടം സമൂഹം, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. എന്നാൽ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയവരെ വിളിച്ചിട്ട് യേശു പറഞ്ഞു, നിങ്ങളാ പോകണ്ടേന്ന്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും മിഷന് വേണ്ടി പ്രാർത്ഥിക്കുണ്ടെന്ന് ഓർത്തോണം, ആ വിളി നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. സ്തോത്രം. ഈരണ്ടായിട്ട് ഗ്രാമങ്ങളിലേക്ക് യേശു അവരെ അയക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രസംഗമല്ല, പറഞ്ഞു വരുന്നത് നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നമ്മുടെ നാം ഒരു നേരം കഴിക്കുന്ന ഈ ആഹാരം, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ചെയ്തത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ജസ്റ്റ് കീപ്പ് എ കോഫി, ഒരു കോഫി മാറ്റി വെച്ചാൽ നിങ്ങൾക്കൊരു മിഷണറിയെ ചിലപ്പോൾ ഒരു മാസം സഹായിക്കാൻ പറ്റും. നാം എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വേല അഭിവൃദ്ധിപ്പെടത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാമെന്നുള്ളതല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിട്ട് മിച്ചമുള്ളത് കൊണ്ട് ജീവിച്ച ഭക്തന്മാരുടെ തലമുറകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. വീടുകളിൽ അതിഥികളായി വരുന്ന ദൈവദാസന്മാരെ 2 കൈയും നീട്ടി സ്വീകരിച്ച് മക്കൾക്ക് മാറ്റിവെച്ച ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർക്ക് കൊടുത്ത് കുഞ്ഞുങ്ങളുടെ വിശപ്പ് പോലും അവഗണിച്ച മാതാപിതാക്കൾ കെട്ടിപ്പടുത്ത ഒരു സംസ്കാരവും സമുദായവും സംഘടനയുമാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചരിത്രമെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച നമുക്കുണ്ടാകണം. ഓരോ സഭയും തീരുമാനിച്ചാട്ട് ഇന്ന് പകൽക്കാലം ഇവിടെ അനേക സഭകളുടെ പേര് വായിച്ച് ഡസൻ മാറ്റർ, 8 പേരെയോ 10 പേരെയോ 20 പേരെയോ 100 പേരെയോ ഒക്കെ സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഏകദേശം 1000-ഓളം സഭയെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടല്ലോ. ഒരു സഭ ഒരു മിഷണറിയെ സഹായിക്കാൻ തീരുമാനിച്ചാൽ 1000 മിഷണറിമാരെ നോർത്ത് ഇന്ത്യയിൽ സഹായിക്കാമെന്ന് നല്ല വിശ്വാസമുണ്ട്. ഇന്ന് പകൽ ആ തീരുമാനം എടുത്തിട്ട് മടങ്ങിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, പാസ്റ്റർ ഞങ്ങൾക്ക് വരുമാനം കുറവാണ്. ഏറ്റവും ഒരു കംപ്ലൈൻറ്റ് അതാണ്. ആഫ്റ്റർ മീറ്റിംഗ് ഓൾ അവർ ബോത്ത് എൻഡ്സ് ഞങ്ങളെങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത്? 2 ഒറ്റ ഒന്ന് കൂട്ടിമുട്ടിച്ചിട്ട് വേണമല്ലോ മിഷണറി പുറത്ത് ഇറങ്ങാൻ. നിങ്ങൾക്ക് പറയാനുള്ള ഒരു കൊച്ചു ഉപദേശം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. സ്റ്റാർട്ട് എ തബീത മിനിസ്ട്രി. ഒരു സൂചി നൂലും മതി ഒരു പട്ടണത്തെ കീഴ്മേൽ മറിക്കാൻ. ഹല്ലേലൂയ. തബീതയുടെ മരണസമയത്ത് വിധവമാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് കൊടുത്ത 10,000 ലക്ഷത്തിൻ്റെ കണക്കല്ല, അവൾ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുന്നിയ ഉടുപ്പുകളുണ്ട്. അതെ, ഒരു സൂചിയും നൂലും മാത്രം മതി ഒരു പ്രവർത്തനം തുടങ്ങുവാൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ അവകാശത്തിൽ എന്തുണ്ടോ അതൊരു സമൂഹത്തിൻ്റെ അനുഗ്രഹമായി മാറുമെന്ന് എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ചെറിയ തുടക്കങ്ങളെയാ ദൈവം എപ്പോഴും ആദരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സഭകൾ അല്ലെങ്കിൽ സഭകൾ കേരളത്തിലെ ഞാനിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർമാനമായി ഇന്ത്യയിൽ വരാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് എത്രയോ മനോഹരമായ ആലയങ്ങളൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. 1 നില 2 നില പിന്നെ 3 നില അല്ലെങ്കിൽ ഇനി അതിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹായം ചോദിക്കുന്നവരുണ്ട്. എല്ലാവർക്കുമായി സ്തോത്രം. പൈസ ഉണ്ടോ ചെയ്തോ. പക്ഷേ കയറിക്കിടക്കുവാൻ കൂരയില്ലാത്ത ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. അവരുടെ വിശപ്പിനെ നാം അവഗണിക്കരുത്. നാം നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാത്ത ഒരു കൂട്ടത്തെ ഓർത്താൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ഭാരം ഉണ്ടാകും. അപ്പോൾ യേശു മൂഡ് വിത്ത് കമ്പാഷൻ എന്നാണ് പറയുന്നത്. യേശുവിന് മനസ്സലിഞ്ഞു. ദൈവമക്കളെ, ഞാനിങ്ങനെ പ്രസംഗത്തിൽ പറയാറുണ്ട്, അനാട്ടമി ഓഫ് എ മിഷണറി എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു മിഷൻ ഫീലിന് ഒരു ദാഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ച മുതൽ പെരുവരൽ വരെ വി ഷുഡ് ഹാവ് ദറ്റ് വിഷൻ ആൻഡ് ബേർഡൻ. ആ ഒരു ദർശനവും ആ ഭാരവും ഉച്ച മുതൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതോടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. വി ഷുഡ് ഹാവ് എ ബ്രൈറ്റർ ഐസ്. തുറന്ന ഒരു കണ്ണ് നമുക്ക് വേണം. നമ്മുടെ ശരീരശാസ്ത്രം ഒരു മിഷണറിയുടെ അല്ലെങ്കിൽ മിഷൻ വേലയ്ക്ക് വേണ്ടി പുറപ്പെടുവാൻ താല്പര്യമുള്ളവരുടെ, മിഷന് വേണ്ടി കരം തുറന്ന് സഹായിക്കുവാൻ ഹൃദയമുള്ളവരുടെ ശരീരഘടന, അനാട്ടമിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ മാറ്റി നിർത്തിയാൽ യു വിൽ ഹാവ് എ ബ്രൈറ്റർ ഐസ്. ഒരു തുറന്ന കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കും. എൻ്റെ കൊച്ചു പരിമിതിക്കപ്പുറത്ത് വിശാലമായ ഒരു ലോകം, ക്രിസ്തുവിന് വേണ്ടി വയലുകളുണ്ട്. അതാണ് യേശു പറഞ്ഞത്, ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ, ദാറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. കൊയ്ത്ത് വളരെയുണ്ട്, അതാ നമ്മുടെ അവസരം എന്ന് പറയുന്നത്. ബട്ട് ദ ലേബേഴ്സ് ആർ ഫ്യൂ, ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. അതാ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആൻഡ് യു നീഡ് ടു പ്രേ ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇന്ന് രാവിലെ ഹല്ലേലൂയ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുമെന്ന് ഈ കൺവെൻഷനിൽ ഇന്ന് പകൽക്കാലം എത്ര പേർ തീരുമാനമെടുക്കും? ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് ഈ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഒരു കൊച്ചു ബോക്സിനകത്ത് ഒരു കൊച്ചു കുഞ്ഞല്ലിയ പണവട്ട, ആ പണത്തിൻ്റെ വലിപ്പമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ തന്നാലാവത് ചെയ്തു അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തത് കോമ്പറ്റീറ്റീവായിട്ട് നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളാലാവത് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം വിശ്വാസ സമൂഹം തയ്യാറാകണം.
പ്രൈസ് ദി ലോർഡ്. ഒരു ബ്രൈറ്റർ ഐസ് ഉണ്ടായിരിക്കണം, ഒരു തുറന്ന കണ്ണ്, വിശാലമായ പ്രകാശമുള്ള കണ്ണ്, കാണേണ്ടതുപോലെ കാണുവാൻ, മറ്റുള്ളവരെ കാണുവാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം. വി ഷുഡ് ഹാവ് ഹല്ലേലൂയ ബോൾഡ് ലിപ്സ്, ഹല്ലേലൂയ നല്ല ഒരു ഹല്ലേലൂയ ധൈര്യമുള്ള ആദരം വേണം. ഞാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയാണെന്ന് പറയുവാൻ. അതല്ലേ യേശു കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞല്ലോ, അല്ല പ്രസംഗത്തിൽ ഓർപ്പിച്ചല്ലോ, നിങ്ങൾ അധികാരിയുടെ മുമ്പിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തും, തടവറകൾ നിങ്ങളെ ആക്കും, അപ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, പറയേണ്ടത് എന്തെന്ന് പറയുവാൻ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആദരത്തിൽ ദൂത് തരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു ധൈര്യത്തിൻ്റെ ആദരത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണം. സുവിശേഷം ധൈര്യത്തോടെ പങ്കുവെക്കുവാൻ. പ്രൈസ് ഗോഡ്. വി നീഡ് ഹാവ് എ ബ്ലീഡിംഗ് ഹാർട്ട്. നമുക്കല്ലെങ്കിൽ രക്തമൊഴുകുന്ന വേദനിക്കുന്ന ഹൃദയം വേണം. ചങ്കു തുറന്നു തന്നവൻ്റെ സന്തതിയല്ലേ നാം. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവനല്ലേ നമ്മുടെ നേതാവ്. അങ്ങനെയെങ്കിൽ ആ കർത്താവിന് വേണ്ടി ഒരു തുറന്ന ഹൃദയത്തോടെ, രക്തമൊഴുകുന്ന ഹൃദയവേദനയോടെ വേണം കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വി ഷുഡ് ഹാവ് എ ബ്ലെസ്സിങ് ഹാൻഡ്. നമ്മുടെ കരം അനുഗ്രഹിക്കുന്ന കരമായി മാറണം. പ്രൈസ് ഗോഡ്. പ്രൈസ്തലോട് കൊടുക്കുമ്പോൾ ഒഴിഞ്ഞ കരത്തോടെ പ്രൈസ്തലോട് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് കാണുമ്പം ഹല്ലേലൂയ സ്തോത്രം പ്രൈസ്തലോടും പാസ്റ്റർമാർ കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. മറ്റുള്ളവരെ സഹായിക്കാൻ. ആട്ട ബ്രദറെ പ്രാർത്ഥിക്കാമെന്ന നമ്മുടെ ഒരു വാക്ക്. എന്താവശ്യം പറഞ്ഞാലും നമ്മൾ പറയും ആട്ട ബ്രദറെ പ്രാർത്ഥിക്കാം. അതല്ല, ആട്ട ബ്രദറെ ഞാനിവിടെ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് വി ഷുഡ് ഹാവ് എ ബ്ലെസ്സിങ് ഹാൻഡ്. മറ്റുള്ളവരുടെ തോളിലേക്ക് എത്തുന്ന ഒരു കരം നമുക്കുണ്ടാകട്ടെ. മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു കരം നമുക്കുണ്ടാകട്ടെ. മറ്റുള്ളവരുടെ വേദന. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കുമെന്നൊരു തീരുമാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹങ്ങൾ ആഘോഷപൂർവ്വം നടത്തുമ്പോൾ നിവൃത്തിയില്ലാത്തൊരു തലമുറയുടെ വിവാഹം കൂടെ നടത്തുവാൻ ഞാൻ മുന്നിട്ടിറങ്ങുമെന്ന് ഒരു തീരുമാനമെടുത്താൽ ദൈവസഭ ലോകത്തിൻ്റെ മുമ്പാകെ ശോഭിക്കുന്ന വിളക്കായി മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈകൊട്ടും പാട്ടും അന്യഭാഷയും സ്തോത്രവും പ്രസംഗവും തകർപ്പിനും അപ്പുറത്ത് ഒരു ലോകമുണ്ട് ദൈവത്തിന് സ്വപ്നമുള്ളത്. ഈ ഹല്ലേലൂയ ആ വെളിച്ച ലോകത്തിൻ്റെ മുമ്പാകെ ഒരു വിളക്ക് തണ്ടിന്മേൽ വെച്ച് എങ്ങനെ പ്രകാശിക്കുന്നോ എന്നാണ്. അതുകൊണ്ടല്ലേ വചനം പറഞ്ഞത്, നമ്മൾ ആരാധിക്കുമ്പോൾ നാട്ടുകാരെങ്ങനെ ദൈവത്തെ ആരാധിക്കും. എല്ലാവരും ഇങ്ങോട്ട് കയറി വന്നിട്ട്, അവിടെ ഉള്ളവരെല്ലാം ഇങ്ങോട്ട് കയറി വന്നിട്ട്, ദേശനിവാസികളെ പരിസരവാസികളെ ഞങ്ങളുടെ സഹൃദയ ശ്രോതാക്കളെ ഇങ്ങോട്ട് കയറി വന്ന് നമുക്ക് ആരാധിക്കാം എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കത്തില്ല. പക്ഷെ കർത്താവ് ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. ലോകജാതി എങ്ങനെ ദൈവത്തെ ആരാധിക്കും? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് അവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും. ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്ന ജീവിത ശൈലിയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് നാം അധ്വാനിക്കുമ്പോൾ, അനേകരുടെ കണ്ണുകളൊക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം കണ്ടിട്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കും ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. വി ഷുഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഫീറ്റ്. ഇരുന്നാൽ മാത്രം പോരാ. ഹല്ലേലൂയ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. സുവിശേഷത്തിൻ്റെ ആത്മാവ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു നീഡ് ടു ഗോ ഔട്ട്. നോർത്ത് ഇന്ത്യയുടെ അങ്ങേ അറ്റം വരെ പോകാൻ പറ്റുന്ന വരത്തില്ല. ജസ്റ്റ് യു ക്യാൻ ഗോ ഔട്ട് ഓഫ് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിന് പുറത്ത് പോയും നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയാം. എവറി ടൈം യു ഗോ ഔട്ട് ഓഫ് യുവർ ചർച്ച്, യുവർ ഫാമിലി, യു ആർ ഇൻ ടു ദ മിഷൻ ഫീൽഡ്. നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ ശുശ്രൂഷയുടെ വയലിലാണ് എന്നൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഒരു ധൈര്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതെ, അസംബ്ലീസോട് സമൂഹത്തെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ മിഷണറിമാർ അമേരിക്കയിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ ഗ്രീൻസ് മദാമയുടെയും ഹല്ലേലൂയ സോർബോ സാഹിബിൻ്റെയൊക്കെ കാലഘട്ടം ഞാൻ ഓർക്കാറുണ്ട്. എല്ലാ ക്രിസ്തുമസിനും ഓരോ ക്രിസ്മസ് കാർഡ് തരുമായിരുന്നു. ഹല്ലേലൂയ. നല്ല തിളക്കമുള്ള ക്രിസ്മസ് കാർഡ്. ഞങ്ങൾക്കൊക്കെ ചെറിയ സമയത്ത് ഒരു ടിന്ന് പാല് തരുമായിരുന്നു. പാൽപ്പൊടി ഓർമ്മയുള്ള ദൈവദാസന്മാർക്കറിയാം, നമ്മൾക്ക് തരുമായിരുന്നു. അതൊക്കെ ആവേശത്തോടെ കഴിച്ച സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇനിയും അമേരിക്കയിൽ നിന്നൊന്നും വരാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട. നമ്മുടെ ഇടയിൽ ദൈവം നമുക്ക് അതിനുള്ള സ്വാവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ മാനുഷ്യം പണിത് കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം തന്നാലാവത്. പ്രൈസ് ദി ലോർഡ്. സമൂഹം അതിന് വിലയിടുന്നത്. കാലിലൊഴിക്കുന്ന യേശുവിൻ്റെ കാലിലൊഴിക്കുന്ന പരിമള തൈലത്തിന് 300 വെള്ളിക്കാശ് വിലയുണ്ടെന്ന് മറിയല്ല പറഞ്ഞത്, അടുത്തു നിന്നവരാ പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ വില മറ്റുള്ളവർ ഇട്ടുകൊള്ളും. നിങ്ങൾ അതിൻ്റെ വില നോക്കണ്ട, നിങ്ങൾ അതിൻ്റെ അളവ് നോക്കണ്ട. അതിൻ്റെ സൗരഭ്യം പുറത്തു വരുമ്പോൾ അതിന് എത്ര വിലയുണ്ടായിരുന്നുവെന്ന് സ്വർഗവും കൂടെയുള്ളവരും സാക്ഷ്യം പറയുന്ന ഒരു സുദിനം തൊട്ട് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളിൽ ദൈവജനത്തോട് ദൈവസഭയുടെ ആഹ്വാനം ചെയ്യുന്നു. എത്ര പേർ ഒരു തീരുമാനമെടുക്കും ഈ കൺവെൻഷനും കൊണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യത്യസ്തത ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആവേശത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേരല്ലേ ഒരാളെ കാണിക്കാൻ വേണ്ടിയല്ല, ആരോടും കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഒരു മിഷണറിയെ സഹായിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഈസ് ദ എമൗണ്ട്. ദേവദാസം പറഞ്ഞു 6000, 5000, 3000 അതായിക്കൊള്ളട്ടെ, 1000, 2000, 500 എത്ര ആയിക്കൊള്ളട്ടെ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഇന്ന് രാവിലെ ഒരു സമർപ്പണം എടുക്കും? ഒരു മിഷണറിയെ ഈ വർഷം ഞാൻ സഹായിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രം ഒന്ന് കര ഉയർത്താൽ.
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു മിഷണറി ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസന്മാരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വർഷക്കാലം എൻ്റെ അധ്വാന ഫലത്തിൽ നിന്ന് ചിലത് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തതിൻ്റെ നന്മയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അനുഭവിക്കുന്നവരൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഭയിലുള്ള ദൈവദാസന്മാരെ ഹല്ലേലൂയ, നമ്മുടെ ജീവസന്ധാരണത്തിന് സഭ നമ്മെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സഭയെ പ്രോത്സാഹിപ്പിക്കൂ. ഒരു മിഷൻ ഫീൽഡ് ഞങ്ങളെടുത്ത് ഈ വർഷക്കാലം ആ മിഷൻ ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എത്ര ദൈവദാസന്മാർ അങ്ങനെ തീരുമാനിക്കും? 2025 കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഞങ്ങളുടെ സഭ ഒരു മിഷൻ ഫീൽഡിനെ സ്പോൺസർ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മനസ്സലിവുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ വയൽ അത് തന്നെ അധ്വാനിക്കുന്നവരെ ആശ്ലേഷിക്കുന്ന സ്നേഹകരമോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ പ്രസ്ഥാനത്തിന് ദൈവം ഹല്ലേലൂയ സമൂഹത്തിൽ അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ഉണ്ടാകുവാൻ വർഷാൽ ചരൽക്കുന്നിൽ കൊണ്ടുവന്ന ദൈവദാസന്മാരെ കർത്താവിൻ്റെ ദാസനോട് സംസാരിച്ചു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ദൈവദാസന്മാരെ കൊണ്ടുവന്ന് വളരെ ഹല്ലേലൂയ സന്തോഷമായി അവർക്കൊരു 2-3 ദിവസത്തെയോ ക്യാമ്പ് നടത്തിയെന്ന് കേട്ടു. അടുത്ത വർഷക്കാലം ഒരാഴ്ചത്തെ നടത്തിക്കോ. ഐ ക്യാൻ ഡു വാട്ട് ഐ ക്യാൻ ഡു ഹല്ലേലൂയ ഹെൽപ്പ് ഫോർ ദാറ്റ്. അവരും നമ്മുടെ ഒരു സന്തോഷം അനുഭവിക്കട്ടെ. ചില ദിവസങ്ങൾ അവരെ ഈ മണ്ണിൽ കൊണ്ട് പാർപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത് ഒരാഴ്ച അവരും ദൈവനാമത്തെ ഉയർത്തട്ടെ. കർത്താവ് നമ്മെ സഹായിക്കുമട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ ഷിബു തോമസ്. ഇപ്പോൾ ദോഹ ഏജിൽ നിന്നുള്ള ബ്രദർ ഏബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് ഗ്രീറ്റിംഗ്സ് പറയുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ